ഉണ്ടായിരുന്നില്ല. അമ്പലത്തിൻ്റെ ആൽമരം മാത്രം ബാക്കിയായി. മുണ്ടക്കൈ ദുരന്തഭൂമി 6/9/2024. ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലോ അപ്പുറത്തൊക്കെ. മഴ പെയ്തില്ല, മഴ പെയ്തു. അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലോ അതൊക്കെ. ഇത് പൊട്ടി വന്ന ഭാഗം മേളിൽ നിന്ന് ഈ സൈഡിൽ നിന്നാണ്. അതാണ് സ്കൂള്. ഓക്കെ, ഇത് ചുരൽമല മുണ്ടക്കൈയുടെ ഏറ്റവും മുകളിൽ ആ ഭാഗത്തു നിന്നാണ് പൊട്ടി വന്നിരിക്കുന്നത്. ഇപ്പോൾ അവിടെ കോട മഞ്ഞുള്ളത് കൊണ്ടാണ് നമുക്ക് കാണാത്തത്. അല്ലെങ്കിൽ ഒരു 2 കിലോമീറ്റർ ദൂരം നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. അവിടെ നിന്നാണ് ആദ്യത്തെ പൊട്ടും രണ്ടാമത്തെ പൊട്ടും മൂന്നാമത്തെ പൊട്ടും വന്ന് ഒഴുകി വന്ന ആ മൂന്നാമത്തെ പൊട്ടിലേക്ക് ഒഴുകി വന്ന പാറ കഷ്ണങ്ങളാണ്. ഇതൊക്കെ മേളിൽ നിന്ന് ഒഴുകി വന്ന പാറ കഷ്ണങ്ങളാണ്. പാറ കഷ്ണം എന്ന് പറയാൻ പറ്റുമോ അറിയില്ല. അത്രയും പാറ ഒരു ലോറിയിൽ 2 പാറ കയറും, അത്രേ ഉള്ളൂ. പാറകളൊക്കെ പൊട്ടിപ്പിളർന്ന് കുത്തി ഒഴുകി വന്ന ഒരു ഭാഗമാണിത്. ഇതാണ് മിലിറ്ററി ഉണ്ടാക്കിയ വേലിപ്പാലം എന്ന് പറയുന്നത്. ഒരു ദിവസം കൊണ്ട് മിലിറ്ററീസ് ഉണ്ടാക്കിയ വേലിപ്പാലം. ഇവിടെയായിരുന്നു ആദ്യം പാലം ഉണ്ടായിരുന്നത്. ഈ മുണ്ടക്കൈയിനെയും അതേപോലെ ചൂരൽമലയിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലം അടക്കമാണ് ഇവിടുന്ന് ഒഴുക്കിൽപ്പെട്ടു പോയത്. അതിൻ്റെ തൊട്ടടുത്താണ് അമ്പലം ഉള്ളത്. ആ അമ്പലം പൂർണ്ണമായിട്ടും ഒഴുകിപ്പോയിട്ടുണ്ട്. അതിൻ്റെ അടുത്തുള്ള ആൽമരാണ് ഇപ്പോൾ ഇരിക്കുന്നത്, അവശേഷിച്ചിരിക്കുന്നത്. ഇവിടുന്ന് നേരെ മേളിലോട്ട് പോയാലും മുണ്ടക്കൈ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. പുഞ്ചിരിമട്ടം മുണ്ടക്കൈ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് ഇനി അടുത്ത് നമ്മൾ പുറപ്പെടുന്നത്. ഓക്കെ ഇത് നോക്കണേ.